ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിവിൻ പോളി നായകനായി എത്തിയ സർവം മായ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു ഗാനമേള ട്രൂപ്പ് കാണിച്ചുകൊണ്ടാണ്. ഈ ട്രൂപ്പിലെ ഇലക്ട്രോണിക് ഗിറ്റാർ വായിക്കുന്ന പ്രപേന്ദു ആണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. ഇവരുടെ ഈ ട്രൂപ്പ് യൂറോപ്പിൽ ഒരു പ്രോഗ്രാം ചെയ്യാനായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആകെ 15 പേരുള്ള ആ ട്രൂപ്പിൽ പ്രപേന്ദു ഒഴികെ ബാക്കി 14 പേരുടെയും വിസ വന്നിരുന്നു. സാമ്പത്തിക ടൈറ്റ് കാരണം ട്രൂപ്പിന്റെ സ്പോൺസറാണ് പ്രപേന്ദുവിനെ കട്ട് ചെയ്തത്. വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ പ്രപേന്ദു കുറെ നാളായി വീട്ടിലേക്കൊന്നും പോകാതെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂറോപ്പിലേക്ക് പ്രോഗ്രാമിന് പോവുകയാണല്ലോ എന്നോർത്ത് വെറുതെ 2 മാസത്തേക്ക് വാടക കൊടുക്കണ്ടല്ലോ എന്നും കരുതി പ്രപേന്ദു ആ അപ്പാർട്ട്മെന്റിൽ നിന്നും വെക്കേറ്റ് ചെയ്തിരുന്നു. അതറിഞ്ഞ ട്രൂപ്പ് മാനേജർ സജി പട്ടാമ്പി, പ്രപേ, എല്ലാം നല്ലതിനാണെന്ന് കരുതുക, വീട്ടിൽ നിന്റെ അച്ഛന്റെ സപ്തതി ആഘോഷം നടക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ചേട്ടൻ വിളിച്ചിരുന്നല്ലോ. എന്തായാലും ട്രിപ്പ് ക്യാൻസൽ ആയ സ്ഥിതിക്ക് നീ പതിയെ വീട്ടിലേക്ക് ചെല്ലും, അത് എല്ലാവർക്കും വലിയ സന്തോഷമാകും. വേറെ സാമ്പത്തിക വരുമാനമൊന്നും നിലവിലില്ലാത്തതിനാലും പ്രത്യേകിച്ച് വഴികളൊന്നും മുന്നിൽ തെളിയാത്തതിനാലും മനസ്സില്ലാ മനസ്സോടെ പ്രപേന്ദു തന്റെ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം പ്രപേന്ദു തന്റെ നാട്ടിലേക്ക് വരികയാണ്. അത്യാവശ്യം നല്ല കാശൊക്കെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലുള്ളതാണ് പ്രപേന്ദു. പ്രപേന്ദുവിന്റെ അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരിയും ശബരിമലയിലൊക്കെ പൂജാകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ സപ്തതി ആഘോഷം ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാനായി മിനിസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രപേന്ദുവിന് ഒരു ചേട്ടൻ കൂടിയുണ്ട്, ദീപാങ്കുരൻ നമ്പൂതിരി. ദീപാങ്കുരനാണെങ്കിൽ എപ്പോഴും VIP പൂജകൾക്കായി ഇന്ത്യക്ക് പുറത്തായിരിക്കും ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കുടുംബം ഒരു ദിവസം സമ്പാദിക്കുന്നതിന്റെ കുറച്ച് പൈസ മതി പ്രപേന്ദുവിന് യൂറോപ്പ് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ. വീട്ടിലുള്ള എല്ലാവരും പൂജാകർമ്മങ്ങളൊക്കെ നടക്കുകയാണെങ്കിലും പ്രപേന്ദു ഒരു നിരീശ്വരവാദിയായിരുന്നു. വീടിന് മുമ്പിൽ സപ്തതി ആഘോഷമെല്ലാം നടക്കുന്നതിനാൽ തന്നെ വീടിന് പുറകിലൂടെയാണ് പ്രപേന്ദു വന്നത്. വീടിന് പുറകിലായി തന്റെ അമ്മ വളർത്തിയിരുന്ന പപ്പു എന്ന പട്ടിയും ഉണ്ടായിരുന്നു. പ്രപേന്ദുവിന്റെ അമ്മ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അങ്ങനെ പ്രപേന്ദു പതിയെ സപ്തതി ആഘോഷത്തിലൊന്നും പങ്കെടുക്കാതെ ഒരു മുറിയിലിരിക്കുന്ന തന്റെ വല്യച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. പ്രപേന്ദുവും വല്യച്ഛനും തമ്മിൽ നല്ല വൈബിലാണ്. വല്യച്ഛനുമായി കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം പ്രപേന്ദു തന്റെ കസിനായ രൂപേഷ് നമ്പൂതിരിയെ കാണാനായി പോവുകയാണ്. രൂപേഷ് ആണെങ്കിൽ അത്യാവശ്യം പൂജകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞുകൂടി പോകുന്ന ഒരാളാണ്. പ്രപേന്ദു രൂപേഷിനെ കാണാൻ വന്നത് തന്റെ ഓർക്കസ്ട്ര ട്രൂപ്പ് യൂറോപ്പിൽ നിന്നും തിരിച്ചു വരുന്നതിന് 2-3 മാസം എടുക്കും. അതുവരെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അറിയുന്നതിനാണ്. തന്റെ കൂടെയുള്ള പരികർമ്മി ശ്രീകുട്ടനെ റീപ്ലേസ് ചെയ്യാനായി ഒരാളെ തപ്പിക്കൊണ്ടിരുന്ന രൂപേഷ് പ്രപേന്ദുവിനോട് തന്റെ അസിസ്റ്റന്റായി കൂടിക്കോളാൻ പറയുകയാണ്. ഒരു നിരീശ്വരവാദിയായിരുന്ന പ്രപേന്ദു അതിനാദ്യം നോ പറഞ്ഞെങ്കിലും അവസാനം രൂപേഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി വരാമെന്ന് സമ്മതിക്കുകയാണ്. പ്രപേന്ദു ഇപ്പോഴൊരു നിരീശ്വരവാദി ആണെങ്കിലും 20-21 വയസ്സുവരെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. അതിനുശേഷമാണ് ഗിറ്റാർ തന്റെ പാഷനായി തെരഞ്ഞെടുത്തതും പൂജാകർമ്മങ്ങളെല്ലാം നിർത്തി അതിലേക്ക് മാറിയതും. പ്രപേന്ദു ഇടയ്ക്കൊക്കെ സിനിമയിൽ വായിക്കുന്നതിനു വേണ്ടി സ്റ്റുഡിയോ റെക്കോർഡിങ്ങിനൊക്കെ പോകാറുണ്ടായിരുന്നു. എന്നാൽ അത് മാസത്തിൽ 1-2 തവണ മാത്രമേ കിട്ടാറുള്ളൂ. അതിനാലാണ് രൂപേഷിന്റെ കൂടെ പരികർമ്മിയായി ചെല്ലാമെന്ന് സമ്മതിച്ചതും. പ്രപേന്ദു ഇത്ര നാളും പൂജാകർമ്മങ്ങൾക്കൊന്നും പോകാതെ ഗിറ്റാറുമായി നടക്കുന്നതിൽ അച്ഛനായ നീലകണ്ഠൻ നമ്പൂതിരിക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രപേന്ദു വീണ്ടും പൂണൂലൊക്കെ ധരിച്ച് രൂപേഷിന്റെ കൂടെ പൂജാകർമ്മങ്ങൾക്ക് പോകാൻ തുടങ്ങി. ഒരിക്കൽ പൂജാകർമ്മങ്ങൾക്ക് പോയ സ്ഥലത്ത് വെച്ച് രൂപേഷിന് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആ ആക്സിഡന്റിൽ നടുവിനും കഴുത്തിനും പരിക്കു പറ്റിയതിനാൽ തന്നെ രൂപേഷ് കിടപ്പിലാവുകയും ചെയ്തു. അതിനാൽ രൂപേഷ് പ്രപേന്ദുവിനോട് താൻ ഏറ്റെടുത്തിരുന്ന പൂജകളെല്ലാം ചെയ്യാൻ പറയുകയാണ്. ഒപ്പം കിട്ടുന്ന പൈസ 50-50 ആക്കാമെന്നും പറയുന്നു. എന്നാൽ പ്രപേന്ദു പൂജ ചെയ്യുന്നത് താനാണെന്നും 60-40 ആണെങ്കിൽ ഓക്കെ ആണെന്നും പറയുന്നു. അതിന് രൂപേഷ് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടുള്ള പൂജകളെല്ലാം നടത്തിയത് പ്രപേന്ദുവാണ്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനും പ്രപേന്ദു പോകുന്നുണ്ടായിരുന്നു. പ്രപേന്ദു ചെയ്ത ഒരു മ്യൂസിക് ഹിന്ദിയിലുള്ള വിരാജ് ട്രിവാഡി എന്ന ഒരു മ്യൂസിക് ഡയറക്ടർക്ക് വളരെയധികം ഇഷ്ടമായി. ആ മ്യൂസിക് ഡയറക്ടർ തന്റെ ഒരു പ്രോജക്റ്റിനായി പ്രപേന്ദുവിന്റെ മ്യൂസിക് ഒന്ന് നേരിട്ട് കേൾക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ വലിയ അലമ്പൊന്നുമില്ലാതെ ഹാപ്പിയായി പ്രപേന്ദുവിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന മകന്റെ ദേഹത്തെ പ്രേതബാധയെ ഒഴിപ്പിക്കാനുള്ള ഒരു പൂജ കിട്ടുന്നത്. അതറിഞ്ഞ പ്രപേന്ദു രൂപേഷിനോട് തനിക്ക് പ്രേതബാധ ഒഴിപ്പിക്കാനുള്ള പൂജയൊന്നും അറിയില്ല എന്ന് പറയുന്നു. അതിന് രൂപേഷ് അതിന്റെ മന്ത്രങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, പിന്നെ എല്ലാ പൂജയിലേക്കാളും തീയും പുഷ്പങ്ങളും എല്ലാം കുറച്ച്
കുറച്ച് കൂടുതൽ ചേർത്താൽ മതി എന്നും പറഞ്ഞ് പ്രഭേന്ദുവിന് ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ പ്രഭേന്ദു ആ പ്രേതബാധ ഒഴിപ്പിക്കാനുള്ള വീട്ടിലെത്തി. പ്രേതബാധ പിടികൂടിയ അവിനാഷ് എന്ന കുട്ടിയാണെങ്കിൽ തന്റെ കൂടെ എപ്പോഴും ഒരു പെൺകുട്ടി ഉണ്ടെന്നും അതിനെ തനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നും അത് പറയുന്നതെല്ലാം തനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്നും എല്ലാം പറഞ്ഞ് വളരെയധികം പേടിച്ചിരുന്നു. അതിനാൽ തന്നെ അവിനാഷ് എപ്പോഴും തന്റെ അമ്മയുടെ കൂടെയാണ് നടന്നിരുന്നത്. അവിനാഷിനെ കണ്ട പ്രഭേന്ദു അവിനാഷിന്റെ അച്ഛൻ ദിലീപിനോട് മകനെ ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് ദിലീപും ഡോക്ടറിനെ കാണിച്ചിരുന്നു, മരുന്നും കഴിക്കുന്നുണ്ട്. ഈ പൂജയിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇവന്റെ അമ്മയുടെ നിർബന്ധം കാരണമാണ് ഇപ്പോൾ പൂജ ചെയ്യുന്നത്. അങ്ങനെ പ്രഭേന്ദു തന്റെ പൂജ ആരംഭിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പൂജ പകുതിയായപ്പോഴേക്കും അവിനാഷിന്റെ സകല പ്രശ്നങ്ങളും മാറി. പണ്ട് എങ്ങനെയായിരുന്നു അവിനാഷ് അതുപോലെ തന്നെ ആക്റ്റീവ് ആവുകയും ചെയ്തു. അതെല്ലാം കണ്ട് ശരിക്കും കിളി പോയത് പ്രഭേന്ദുവിനായിരുന്നു. കാരണം പ്രഭേന്ദു പൂണൂലൊക്കെ ധരിച്ച് പൂജകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ദൈവത്തോടുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പൂജയ്ക്ക് പോയിട്ട് തിരികെ വന്നുകൊണ്ടിരുന്ന പ്രഭേന്ദുവിന്റെ വണ്ടിക്ക് മുമ്പിൽ ഒരാൾ വന്ന് വട്ടം വെക്കുകയാണ്. അത് രൂപേഷിന്റെ പഴയ പരികർമ്മി ശ്രീകുട്ടനായിരുന്നു. അവനിപ്പോൾ പ്രഭേന്ദുവിനെ കാണാൻ വന്നത് തന്നെ പ്രഭേന്ദുവിന്റെ പരികർമ്മിയാക്കണമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ പ്രഭേന്ദുവിനെ വാൺ ചെയ്ത് തന്റെ സ്കൂട്ടിയും എടുത്ത് ശ്രീകുമാർ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ നിയന്ത്രണം വിട്ട് ശ്രീകുമാറിന്റെ സ്കൂട്ടി അപ്പോൾ തന്നെ ആക്സിഡന്റ് ആവുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭേന്ദുവിന്റെ വീട്ടിലേക്ക് കൊറിയർ വരികയാണ്. അതും പ്രഭേന്ദുവിന്റെ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേ ചെയ്തിട്ടുള്ള ഒരു കൂർത്തി. മാത്രവുമല്ല പ്രഭേന്ദുവിന്റെ ഫോണിൽ ധാരാളം പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും തന്റെ വാട്സ്ആപ്പ് ഡിപിയിൽ താനിട്ടിരുന്ന ഫോട്ടോ ആരോ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പ്രഭേന്ദു തന്റെ വല്യച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി കിടന്നിറങ്ങിയ പ്രഭേന്ദു എന്തൊക്കെയോ ശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോഴതാ തന്റെ ഫോണും എടുത്ത് നോക്കിക്കൊണ്ട് തന്റെ റൂമിനകത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അതുകണ്ട് പ്രഭേന്ദു ഞെട്ടിപ്പോയി. ഒപ്പം ആ പെൺകുട്ടിയും പേടിച്ചുപോയി. പ്രഭേന്ദു തന്നെ കണ്ടെന്ന് മനസ്സിലായ ആ പെൺകുട്ടി പേടിക്കേണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അതുകണ്ട് പേടിച്ചു പോയ പ്രഭേന്ദു തന്റെ പുതപ്പും എടുത്ത് വല്യച്ഛന്റെ റൂമിലേക്ക് പോയി വല്യച്ഛന്റെ കൂടെ കിടന്നുറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം ഉണർന്ന പ്രഭേന്ദു താൻ വല്ല സ്വപ്നവും കണ്ടതാകാം എന്നും കരുതി തന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴതാ തന്റെ ഫോണുമായി ഇന്നലെ രാത്രിയിൽ കണ്ട ആ പെൺകുട്ടി ഇരിക്കുന്നു. ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്നും ആ കുട്ടി ആരാണെന്ന് പ്രഭേന്ദു മനസ്സിലാക്കുകയാണ്. അതായത് കഴിഞ്ഞ തവണ പാലക്കാട്ടെ വക്കീലിന്റെ മകൻ അവിനാഷിന്റെ ദേഹത്ത് നിന്നും ഒരു പ്രേതബാധ ഒഴിപ്പിക്കുന്നതിനുള്ള പൂജ പ്രഭേന്ദു ചെയ്തിരുന്നല്ലോ. ആ അവിനാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രേതമാണ് ഈ പെൺകുട്ടി. അതറിഞ്ഞ പ്രഭേന്ദു അവിനാഷിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. എന്നിട്ട് ഡോക്ടറിനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എങ്കിൽ പിന്നെ അവിനാഷിന്റെ ദേഹത്തെ ബാധയെ ഒഴിപ്പിച്ചതുപോലെ ഒരു പൂജ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നു. അതിന് പ്രഭേന്ദു ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് തനിക്ക് ദൈവത്തോടുള്ള വിശ്വാസമില്ലാതായതിന്റെ കാരണവും ഡോക്ടറിനോട് പറയുകയാണ്. അതായത് ഒരു ദിവസം അച്ഛനും ചേട്ടനും വല്യച്ഛനുമെല്ലാം ഡൽഹിയിൽ ഒരു പൂജക്കായി പോയിരുന്നു. അന്ന് വീട്ടിൽ പ്രഭേന്ദുവും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വീടിനകത്തായി തന്നെ ഒരു കുഞ്ഞു ക്ഷേത്രവും ഉണ്ടായിരുന്നു. അങ്ങനെ പൂജക്കുള്ള സമയമായപ്പോൾ പ്രഭേന്ദു പൂജയ്ക്കായി പോവുകയും ചെയ്തു. ആ സമയം അമ്മ പ്രഭേന്ദുവിനെ വിളിക്കുകയാണ്. പൂജയിലായിരുന്ന പ്രഭേന്ദു അത് വലിയ കാര്യമാക്കാതെ പൂജ കഴിഞ്ഞ് ചെല്ലാമെന്ന് വിചാരിച്ചു. എന്നാൽ പൂജയെല്ലാം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോഴതാ അമ്മ തറയിൽ കിടക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ അമ്മ മരിച്ചിരുന്നു. അങ്ങനെയാണ് പ്രഭേന്ദു നിരീശ്വരവാദിയായി മാറിയതും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറച്ച് ഉറക്ക ഗുളികയും കൊടുത്തിട്ട് ഉറക്കത്തേക്കാൾ വലിയ മരുന്നില്ല എന്നും പറഞ്ഞ് പ്രഭേന്ദുവിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയ പ്രഭേന്ദു കുറച്ചു കഴിഞ്ഞ് ഉണർന്നു നോക്കുമ്പോൾ അതേ പെൺകുട്ടി വീണ്ടും തന്റെ ഫോണും എടുത്ത് കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം പ്രഭേന്ദു രണ്ടും കൽപ്പിച്ച് ആ പെൺകുട്ടിയോട് താനാരാ എന്ന് ചോദിക്കുകയാണ്. അതിനാ പെൺകുട്ടി ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, ഒരു കാര്യം മാത്രം അറിയാം, ഞാനൊരു പ്രേതമാണ്. മാത്രവുമല്ല പ്രഭേന്ദുവിനല്ലാതെ വേറെ ആർക്കും എന്നെ കാണാനും കഴിയില്ല. എന്തായാലും ഡോക്ടറിന്റെ ഉറക്ക ഗുളിക കഴിച്ചിട്ടും ഉറങ്ങാതിരുന്ന പ്രഭേന്ദു അത് കേട്ട് ബോധം കെട്ട് നന്നായി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രഭേന്ദു തന്റെ കസിനായ രൂപേഷിനെ വിളിച്ച് ഒരു പൂജ നടത്തുകയാണ്. അതായത് ആ പ്രേത പെൺകുട്ടിയെ ഓടിക്കാനുള്ള പൂജ. രൂപേഷ് വന്ന് പൂജയും ചെയ്ത് രൂപയും വാങ്ങി പൂജ ഫലം പ്രാപിച്ചു എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. രൂപേഷ് പോയതും അതാ നിൽക്കുന്നു മുമ്പിൽ ആ പെൺകുട്ടി. അത് കണ്ട് പേടിച്ചോടാൻ നോക്കിയ പ്രഭേന്ദുവിനോട് ആ പെൺകുട്ടി പറഞ്ഞു, എന്നെ കണ്ട് എപ്പോഴും പേടിച്ചോടാനാണ് തീരുമാനമെങ്കിൽ അതിനു മാത്രമേ സമയം കാണൂ. നോക്കൂ, സിനിമയിലൊക്കെ കാണുന്ന പ്രേതങ്ങളെ പോലെ ഞാൻ എന്തെങ്കിലും നിങ്ങളെ ചെയ്തിട്ടുണ്ടോ?
ഓർക്കുന്നുണ്ടോ? ഞാൻ ശരിക്കും വന്നിരിക്കുന്നത് ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിനു വേണ്ടിയാണ്, അല്ലാതെ തന്നെ പേടിപ്പിക്കുന്നതിനു വേണ്ടിയല്ല. ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്നും ആ പെൺകുട്ടി ഒരു ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് പ്രഭേന്ദുവിന് മനസ്സിലായി. അതേസമയം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നും പ്രഭേന്ദുവിന് ഒരു കോൾ വരികയാണ്. അതായത് ഇന്ന് രാത്രി പ്രഭേന്ദുവിന്റെ മ്യൂസിക് കേട്ട് ഇംപ്രസ് ആയ ബോംബെയിലുള്ള മ്യൂസിക് ഡയറക്ടർ വിരാജ് ട്രിവാഡി വീഡിയോ കോളിൽ വരുന്നുണ്ട്, അതും പ്രഭേന്ദുവിന്റെ മ്യൂസിക് കേൾക്കുന്നതിനായി. അതിനാൽ പ്രഭേന്ദുവിനോട് വൈകിട്ട് സ്റ്റുഡിയോയിലേക്ക് വരണം എന്നും പറഞ്ഞായിരുന്നു ആ കോൾ. അങ്ങനെ പ്രഭേന്ദു സ്റ്റുഡിയോയിലെത്തി. മ്യൂസിക് ഡയറക്ടർ വിരാജ് ട്രിവാഡി തന്റെ പുതിയ സോങ്ങിന്റെ ട്യൂൺ പ്രഭേന്ദുവിനെ പാടി കേൾപ്പിച്ചിട്ട് അതിന് ചേർന്ന ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറയുകയാണ്. എന്നാൽ ആ പെൺകുട്ടിയെ കണ്ടതിന്റെ ഷോക്ക് മാറാതിരുന്ന പ്രഭേന്ദുവിന് തന്റെ മ്യൂസിക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. പ്രഭേന്ദു ധാരാളം മ്യൂസിക്കുകൾ വായിച്ചു കേൾപ്പിച്ചെങ്കിലും വിരാജ് ട്രിവാഡിക്ക് അതിലൊന്നും തൃപ്തി തോന്നിയതുമില്ല. അപ്പോഴാണ് ആ പെൺകുട്ടി പ്രഭേന്ദുവിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് പെൺകുട്ടി പ്രഭേന്ദുവിന് അതിന്റെ മ്യൂസിക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് പ്രഭേന്ദു ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ആ മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. അത് കേട്ട് ആ മ്യൂസിക് ഡയറക്ടർക്ക് വളരെയധികം ഇഷ്ടമാവുകയും ഒപ്പം ബോംബെയിലേക്ക് പ്രഭേന്ദുവിനെ ക്ഷണിക്കുകയും ചെയ്തു. അതോടെ പ്രഭേന്ദുവിന് ആ പെൺകുട്ടിയോടുള്ള പേടി മാറുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് സെറ്റ് ആവുകയാണ്. ആ പെൺകുട്ടിക്കാണെങ്കിൽ തന്റെ പേരോ നാടോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവളുടെ ആവശ്യം താൻ ആരായിരുന്നു എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു. പ്രഭേന്ദു ആ പെൺകുട്ടിയെ അതിന് സഹായിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. ഒപ്പം ആ പെൺകുട്ടി ഒരു ഡിലൂഷൻ ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഡിലൂലു എന്ന് വിളിക്കാമെന്നും പറയുന്നു. മുൻപൊരിക്കൽ രൂപേഷിന്റെ പഴയ പരികർമ്മിയായിരുന്ന ശ്രീകുട്ടൻ പ്രഭേന്ദുവിന്റെ അടുത്ത് വന്ന് തന്നെ പരികർമ്മിയായി കൂടെ ചേർക്കണം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് തിരികെ പോകാൻ നേരം ആക്സിഡന്റ് ആയിരുന്നല്ലോ. അന്നത് പ്രഭേന്ദുവിന് വേണ്ടി ശരിക്കും ഡിലൂലു ആയിരുന്നു ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ഡിലൂലുവിന് തന്റെ പേരോ ഫാമിലിയോ ഫ്രണ്ട്സോ ഒന്നിനെ കുറിച്ചും അറിയില്ലായിരുന്നെങ്കിലും താൻ മരിക്കുന്നതിന് മുമ്പ് ആരോ ഒരാൾ എസ് എന്ന് പറഞ്ഞിരുന്നതായി ഓർമ്മയുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ പ്രഭേന്ദുവും ഡിലൂലുവും ചേർന്ന് ഡിലൂലു ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എങ്കിലും ഡിലൂലു ആരാണെന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ ഒരു ദിവസം ഡിലൂലു പ്രഭേന്ദുവിനോട് അച്ഛനുമായി എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. അതിന് പ്രഭേന്ദു അമ്മ മരിച്ച ദിവസം അമ്മ വളർത്തിക്കൊണ്ടിരുന്ന പപ്പുപ്പട്ടി ഭയങ്കരമായ ബഹളം ഉണ്ടാക്കിയിരുന്നു. അമ്മയായിരുന്നു അവന്റെ ഫേവറേറ്റ്. അവസാനം ഞാൻ അവനെയും എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു. അതുകണ്ട് അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെയും പപ്പുവിനെയും ഇറക്കി വിട്ടു. കാരണം അച്ഛന് മൃഗങ്ങളെയൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പപ്പുവിനെയും കൊണ്ട് പുറത്തിറങ്ങി നിന്നു. ചടങ്ങുകളൊക്കെ തീരുന്നതുവരെ എനിക്കും പപ്പുവിനും അമ്മയുടെ അടുത്ത് അവസാനമായി ഇരിക്കാനുള്ള ചാൻസ് ആണ് അച്ഛൻ അന്ന് ഇല്ലാതാക്കിയത്. അതിനുശേഷമാണ് ഞങ്ങൾ തമ്മിൽ മിണ്ടാതായത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡിലൂലു, നോക്കു പ്രഭേ, ഒരാളുമായി പിണങ്ങിയാൽ പിന്നെ അയാളുമായി മിണ്ടുന്നതിനേക്കാൾ പാടാണ് മിണ്ടാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജീവിതം വളരെ ചെറുതാണ്. ഒന്നുമില്ലെങ്കിലും തന്റെ അച്ഛനല്ലേ അത്. ഈഗോ എല്ലാം കളഞ്ഞ് പോയി മിണ്ടാൻ നോക്ക്. അങ്ങനെ ഹാപ്പിയായി ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രഭേന്ദുവിന് ബോംബെയിൽ നിന്നും മ്യൂസിക് ഡയറക്ടർ വിരാജ് ട്രിവാഡിയുടെ കോൾ വരുന്നത്. റെക്കോർഡിംഗിന് ബോംബെയിലേക്ക് വരണം എന്നും പറഞ്ഞ്. അങ്ങനെ പ്രഭേന്ദു ബോംബെയിലേക്ക് പോവുകയാണ്. ഒപ്പം ഡിലൂലുവും. ഫ്ലൈറ്റിൽ കയറിയതും ഡിലൂലു താൻ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചിരുന്നതെന്നും കൊച്ചി എയർപോർട്ടിൽ നിന്നുമാണ് താൻ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നതുമെന്നെല്ലാം പ്രഭേന്ദുവിനോട് പറയുകയാണ്. അതിന് പ്രഭേന്ദു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ, തന്നോട് അവസാനം എസ് പറഞ്ഞത് ആരാണ് എന്നെല്ലാം ചോദിക്കുകയാണ്. എന്നാൽ ഡിലൂലുവിന് വേറെ ഒന്നും തന്നെ ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ബോംബെയിലെത്തിയ പ്രഭേന്ദു തന്റെ റെക്കോർഡിംഗ് എല്ലാം അടിപൊളിയായി ചെയ്തു. ഒപ്പം അവിടെ വെച്ച് സാധ്യ എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും ചെയ്തു. സാധ്യയും ഒരു മലയാളി കുട്ടിയായിരുന്നു. ശരിക്കും പ്രഭേന്ദുവിന്റെ മ്യൂസിക് വിരാജ് ട്രിവാഡിക്ക് അയച്ചു കൊടുത്തതെല്ലാം ഈ സാധ്യയായിരുന്നു. അടുത്ത ദിവസം രൂപേഷിന്റെ വക ഒരു പൂജയുള്ളതിനാൽ രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ പ്രഭേന്ദു തിരികെ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. അതേ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു സാധ്യയും നാട്ടിലേക്ക് പോകുന്നത്. കാര്യം സാധ്യ നന്നായി സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരുന്നു സാധ്യ. പാടുപെട്ട് സാധ്യ അതെല്ലാം മറക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം എല്ലാം കയ്യിന്ന് പോയി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന സാധ്യയെ പ്രഭേന്ദു നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് ഉഷാറാക്കി എടുക്കുകയാണ്. സാധ്യയുടെ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ടപ്പോഴാണ് ഡിലൂലുവിന് താൻ ഒരാളുമായി പ്രണയത്തിലായിരുന്നു എന്ന കാര്യം ഓർമ്മ വരികയാണ്. എന്നാൽ അയാളുടെ പേരോ മുഖമോ മറ്റൊന്നും തന്നെ ഡിലൂലുവിന് ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. അതേസമയം പ്രഭേന്ദു ഇനി തന്റെ ലവർ എങ്ങാനുമാണോ താൻ മരിക്കാൻ നേരം എസ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അതിന് ഡിലൂലു, ലവർ എസ് പറഞ്ഞാൽ ഞാൻ ഹാപ്പി അല്ലേ ആവേണ്ടത്, അതിന് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ബോംബെയിൽ നിന്നും നാട്ടിലേക്ക് വന്ന റിട്ടേൺ ഫ്ലൈറ്റിൽ വെച്ച് സാധ്യയും പ്രഭേന്ദുവും തമ്മിൽ നല്ല കൂട്ടുകാരാവുകയാണ്.
അങ്ങനെ അവർ നാട്ടിലെത്തി. പോകാൻ നേരം സാധ്യ അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന തന്റെ കസിൻ ബ്രദറിന്റെ കല്യാണത്തിന് പ്രഭേന്ദുവിനെ ക്ഷണിക്കുകയാണ്. വീട്ടിലെത്തിയ പ്രഭേന്ദു കാണുന്നത് ജീവികളെയൊന്നും ഇഷ്ടമില്ലാതിരുന്ന തന്റെ അച്ഛൻ അമ്മ വളർത്തിക്കൊണ്ടിരുന്ന പപ്പുപ്പട്ടിയെ തന്റെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നതാണ്. ഒപ്പം പപ്പുപ്പട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ മുറിവുകളെല്ലാം അച്ഛൻ തന്നെ മരുന്ന് വെച്ച് കെട്ടുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട പ്രഭേന്ദു തന്റെ അച്ഛന്റെ അടുത്ത് വന്ന് തന്റെ അച്ഛനുമായി സംസാരിക്കുകയാണ്. അടുത്ത ദിവസം പ്രഭേന്ദു സാദിയയുടെ കസിൻ ബ്രദറിന്റെ കല്യാണത്തിന് പോവുകയാണ്. ഒപ്പം ഡിലൂലുവും. കല്യാണത്തിന് പോകാൻ മടിച്ചു നിന്നിരുന്ന പ്രഭേന്ദുവിനെ നിർബന്ധിച്ച് കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുവന്നത് ഡിലൂലു ആയിരുന്നെങ്കിലും പ്രഭേന്ദുവും സാദിയയും അവിടെ വെച്ച് സംസാരിക്കുന്നതെല്ലാം കണ്ട് ഡിലൂലുവിന് പൊസസീവ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് പ്രഭേന്ദുവും ഡിലൂലുവും തിരികെ കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിലൂലു പ്രഭേന്ദുവിനോട് തനിക്ക് പ്രഭേന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുകയാണ്. എന്നാൽ അതിനെന്തു മറുപടി പറയണമെന്ന് പ്രഭേന്ദുവിന് അറിയുന്നില്ലായിരുന്നു. എങ്കിലും ഒരു തരത്തിൽ പ്രഭേന്ദു ഡിലൂലുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് ഡിലൂലു, പ്രഭേ, എന്നെ ഈ ലോകത്ത് പ്രഭയ്ക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. മാത്രവുമല്ല, സ്നേഹമെന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം മാത്രമല്ല പ്രഭേ, എത്രയോ ദൂരത്ത് നിന്നുവരെ ആളുകൾ പ്രണയിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് പ്രണയം. നമ്മൾ തമ്മിൽ ആ കണക്ഷൻ ഉണ്ട്. അതിന് പ്രഭേന്ദു, ഡിലൂലു, സാദിയ ഇന്ന് എന്നെ ഹഗ് ചെയ്തപ്പോൾ എനിക്ക് എന്റെ മനസ്സ് നിറഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. അത് ആദ്യമായി ഷെയർ ചെയ്തതും നിന്നോടാണ്. ഇപ്പോൾ എന്റെ എല്ലാ മൂടും പോയി. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സാദിയയുടെ കോൾ വരുന്നത്. അത് കണ്ട ഡിലൂലു, ഫോൺ എടുത്ത് സംസാരിച്ചോളൂ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ്. അതിന് പ്രഭേന്ദു, എനിക്ക് കുറച്ച് പ്രൈവസി വേണം എന്നും പറഞ്ഞ് കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദേഷ്യത്തിലായിരുന്ന പ്രഭേന്ദു വേറെ ഒന്നും നോക്കാതെയാണ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറകിൽ നിന്നും വന്നിരുന്ന ഒരു വണ്ടി ജസ്റ്റ് മിസ്സിലാണ് പ്രഭേന്ദുവിനെ ഇടിക്കാതെ മാറിപ്പോയത്. എന്തായാലും ആ വണ്ടിക്കാരൻ പ്രഭേന്ദുവിന് രണ്ട് ചീത്തയൊക്കെ വിളിച്ച് അവിടെ നിന്നും പോവുകയാണ്. അതേസമയം ഡിലൂലു വന്ന് പ്രഭേന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതായത് ഡിലൂലുവിന് തന്റെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഒരു കുഞ്ഞനുജനുമുള്ള ചെറിയൊരു ഫാമിലി ആയിരുന്നു ഡിലൂലുവിന്റേത്. അവരെല്ലാവരും നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നതും. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരുന്ന ഡിലൂലു ഇപ്പോൾ അവധിക്ക് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഡിലൂലു അച്ഛനോടും അമ്മയോടും തനിക്ക് ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളെ ഇഷ്ടമാണെന്നും നാളെ അയാൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും അയാളെ ഞാൻ പ്രപ്പോസ് ചെയ്തോട്ടെ എന്നും ചോദിക്കുന്നു. അതിന് ഡിലൂലുവിന്റെ അമ്മ അയാൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അതിന് ഡിലൂലു, അതെനിക്കറിയില്ല, എന്നാൽ ഞങ്ങൾ തമ്മിൽ നല്ല ഇമോഷണൽ കണക്ട് ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ അയാൾ ഒരു ഹിന്ദുവാണ്, എന്നേക്കാൾ കുറച്ച് പ്രായക്കൂടുതലുമുണ്ട്. അമ്മയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും അച്ഛന്റെ മോളുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം സമ്മതിക്കുകയാണ്. ഒപ്പം ഞങ്ങളും കൂടെ വരുമെന്നും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ഡിലൂലുവും ഡിലൂലുവിന്റെ അമ്മയും അച്ഛനും കൂടി തങ്ങളുടെ കാറിൽ അയാൾ വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഡിലൂലുവിന് അയാളിൽ നിന്നും ഇന്ന് തനിക്ക് വരാൻ കഴിയില്ല എന്നൊരു മെസ്സേജ് വരുന്നത്. അതുകൊണ്ട് ഡിലൂലുവിന് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡിലൂലു അച്ഛനോടും അമ്മയോടും ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന കാര്യം അയാൾ അറിഞ്ഞെന്നും അതിനാൽ അയാൾ വരില്ല എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതിനച്ഛൻ, നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല, ഇതിപ്പോൾ ഫ്രീ ആയിട്ട് വിട്ടേക്ക്, നമുക്ക് ഇനി ഒരു നാൾ അയാളെ കാണാം. അതിന് ഡിലൂലു, ഇല്ലച്ചാ, അയാൾ എന്തോ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു, ഞാനൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാകും എന്നും പറഞ്ഞ് ഫോണും എടുത്ത് കാറിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം പുറകിൽ നിന്ന് വന്ന ഒരു വണ്ടി ഡിലൂലുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ സീൻ കട്ടായി ആശുപത്രി കാണിക്കുകയാണ്. ഡിലൂലു ഇപ്പോൾ ആശുപത്രിയിലെ ICUവിലാണുള്ളത്. ഡിലൂലുവിന് ആക്സിഡന്റ് ആയതറിഞ്ഞ് അനിയനും ആശുപത്രിയിൽ എത്തിയിരുന്നു. ഡിലൂലുവിന്റെ അനിയനെ സ്കൂളിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് സ്കൂൾ ലീഡറായ അവിനാഷ് ആയിരുന്നു. ഈ അവിനാഷിന്റെ കൂടെയായിരുന്നു ഡിലൂലു ആദ്യം ഉണ്ടായിരുന്നതും. ഡിലൂലുവിന്റെ അച്ഛൻ അനിയനെയും കൂട്ടി ഡിലൂലുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഡോക്ടർ പറഞ്ഞത് ചേച്ചിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നാണ്. ഈ മെഷീന്റെ സഹായത്തോടെയാണ് ചേച്ചി ഇപ്പോൾ ജീവിക്കുന്നത്. നിന്റെ ചേച്ചി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീ ഉണ്ടായപ്പോഴാണ്. ഞാനൊരു യെസ് പറഞ്ഞാൽ ഡോക്ടർമാർ ഈ മെഷീൻ സപ്പോർട്ട് എടുത്തു മാറ്റും. എന്നാൽ മോൻ
കൂടി യെസ് പറയാതെ പപ്പ അതിന് സമ്മതിക്കുകയില്ല. അതിനനിയൻ ഞാൻ യെസ് പറഞ്ഞാൽ ചേച്ചി സന്തോഷമായിരിക്കുമോ പപ്പ എന്ന് ചോദിക്കുകയാണ്. അതിനച്ഛനും അതെ, ഉറപ്പായും ചേച്ചി സന്തോഷമായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഡിലൂലുവിന്റെ അനിയൻ യെസ് പറയുകയാണ്. അതോടെ സീൻ കട്ടായി വീണ്ടും ഡിലൂലുവിനെയും പ്രഫേന്ദുവിനെയും കാണിക്കുകയാണ്. ഡിലൂലു പ്രഫേന്ദുവിനോട് എനിക്കെല്ലാം ഓർമ്മ വന്നു പ്രഫേ, എന്റെ അച്ഛന്റെ പേര് ദിലീപ് മാത്യു, അമ്മയുടെ പേര് ആനി, അനിയന്റെ പേര് ചാക്കോ, ഞങ്ങൾക്ക് കുട്ടിക്കാനത്ത് മാജിക്കൽ പ്ലാന്റേഷൻ എന്നൊരു ബംഗ്ലാവ് ഉണ്ട് എന്നെല്ലാം പറയുകയാണ്. എല്ലാം കേട്ടതിനു ശേഷം പ്രഫേന്ദു ഡിലൂലുവിനോട് അപ്പോൾ നിന്റെ ശരിക്കുള്ള പേരെന്താണ് എന്ന് ചോദിക്കുന്നു. അതിന് ഡിലൂലു എന്റെ ശരിക്കുള്ള പേര് ഡിലൂലു, അതായത് ഡിലൂഷൻ എന്നതാണല്ലോ നമ്മൾ ഡിലൂലു ആക്കിയത്. ഡിലൂഷന്റെ മലയാളം മീനിങ് ആയ മായ എന്നതാണ് എന്റെ പേര്, അതായത് മായ മാത്യു എന്നും പറഞ്ഞ് ഡിലൂലു അവിടെ നിന്നും മാഞ്ഞു പോവുകയാണ്. അതായത് താൻ ആരായിരുന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു ഡിലൂലുവിന്റെ ആവശ്യം. അത് കണ്ടെത്തിയതും ഡിലൂലു ഇവിടെ നിന്നും പോവുകയും ചെയ്തു. ഡിലൂലു പോയി കഴിഞ്ഞപ്പോൾ പ്രഫേന്ദുവിന് വളരെയധികം സങ്കടമായി. തനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതുപോലെയായിരുന്നു പ്രഫേന്ദുവിന്. അതിനാൽ തന്നെ പ്രഫേന്ദു ആ കാര്യങ്ങളെല്ലാം തന്റെ വല്യച്ഛനോട് പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ പ്രഫേന്ദുവിനോട് ഒരുപക്ഷെ അതെല്ലാം നിന്റെ തോന്നലുകളാവാം, അതല്ലെങ്കിൽ സത്യവുമാവാം. അവൾക്ക് ഇഷ്ടമുള്ളയാളെ ഇതുവരെ അവളുടെ അച്ഛനും അമ്മയും ഒന്നും കണ്ടിട്ടില്ല. ദുഃഖത്തിൽ നിന്നും മോചനം നേടിയാൽ മാത്രമേ ഒരാത്മാവിന് ശാന്തി ലഭിക്കൂ. അതിനാൽ നീ ആ കുട്ടി സ്നേഹിച്ചിരുന്നയാളെ കണ്ടെത്തി ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം പ്രഫേന്ദു ഡിലൂലുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഡിലൂലുവിന്റെ അമ്മയോട് താൻ മായയുടെ ഒരു കൂട്ടുകാരനാണെന്ന് പറയുന്നു. അങ്ങനെ മായയുടെ അമ്മ പ്രഫേന്ദുവിനെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ കുറെ നേരം മായയെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അവസാനം പ്രഫേന്ദു അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം മായയുടെ അമ്മ പ്രഫേന്ദുവിനോട് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് പ്രഫേന്ദുവിനെ അല്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് പ്രഫേന്ദുവും അതെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അതോടെ ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.